നമ്മുടെ വനങ്ങൾ വെറും മരക്കൂട്ടങ്ങളാണെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഓരോ ഹെക്ടർ വനവും പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം 24.4 ലക്ഷം ലിറ്റർ മഴയാണ്. അതായത് ഒരു ഹെക്ടർ വനം സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു കൂറ്റൻ ഒളിമ്പിക് നീന്തൽക്കുളം നിറയ്ക്കാനുള്ള വെള്ളം സൗജന്യമായി ഭൂമിക്ക് ലഭിക്കുന്നു. ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ അത്ഭുതകരമായ മഴ ഫാക്ടറികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വനങ്ങളുടെ ഈ അദൃശ്യ സേവനത്തിന് കൃത്യമായ സാമ്പത്തിക മൂല്യം കണക്കാക്കിയാൽ നിങ്ങൾ അമ്പരന്നു പോകും. ലോകത്തിന്റെ ശ്വാസകോശമായ ആമസോൺ വനങ്ങൾ മാത്രം പ്രാദേശിക കൃഷിക്ക് പ്രതിവർഷം ഏകദേശം 1.6 ലക്ഷം കോടി രൂപയുടെ മഴയാണ് സൗജന്യമായി നൽകുന്നത്. വനം നശിപ്പിക്കുന്നത് വഴി മഴ കുറയുകയും അത് ഭക്ഷ്യോൽപാദനത്തെയും ജലവൈദ്യുത പദ്ധതികളെയും ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഒരു ചതുരശ്ര മീറ്റർ പരുത്തി കൃഷിക്ക് ആവശ്യമായ മഴ ലഭിക്കണമെങ്കിൽ 2 ചതുരശ്ര മീറ്റർ വനം സംരക്ഷിക്കപ്പെടണമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പഠനം അതീവ നിർണായകമാണ്. നമ്മുടെ പശ്ചിമഘട്ടം കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ്. സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള സംരക്ഷിത വനങ്ങൾ നമ്മുടെ കൃഷിയെയും ജലസുരക്ഷയും താങ്ങി നിർത്തുന്ന വമ്പൻ ഫാക്ടറികളാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നത് വഴി ലഭിക്കുന്ന അധിക മഴയുടെ അളവ് കണക്കാക്കിയാൽ അത് ഇന്ത്യയുടെ GDPയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. വനനശീകരണം മൂലം ആമസോണിൽ മാത്രം വർഷം തോറും $5 ബില്യൺ മഴ നഷ്ടമുണ്ടാകുന്നുണ്ടെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. ബ്രസീലിലെ സോയാബീൻ, ചോളം കൃഷികൾ പ്രതിസന്ധിയിലാക്കിയതും മഴക്കാലം വൈകുന്നതും ഇതിന്റെ നേരിട്ടുള്ള ഫലങ്ങളാണ്. വനം നശിപ്പിക്കുന്നത് വെറുമൊരു പരിസ്ഥിതി പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. 2030ഓടെ വനനശീകരണം അവസാനിപ്പിക്കുമെന്ന് ആഗോള പ്രതിജ്ഞകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നാശം ഇപ്പോഴും തുടരുകയാണ്. വനങ്ങൾ സംരക്ഷിക്കുന്നത് വെറും പരിസ്ഥിതി സ്നേഹമല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള മുൻകരുതലുകളാണ്. സുസ്ഥിരമായൊരു നാളേക്ക് വേണ്ടി ഈ മഴ ഫാക്ടറികളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. കാരണം വനം നശിച്ചാൽ നിൽക്കുന്നത് മരങ്ങൾ മാത്രമല്ല, നമ്മുടെ അന്നവും ജലവുമാണ്.